ഓരോരുത്തരെ അനുഭവമായിരിക്കുന്ന പ്രകാശം നികളപ്പെടുകയും ചെയ്യുമ്പോൾ നിന്റെ വലതുഭാഗത്തെ മക്കളെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നാം എത്ര ഒഴിഞ്ഞു മാറിയാലും ഒളിച്ചോടിയാലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ പുറകെ വന്നുകൊണ്ടേയിരിക്കും. ഒരിടത്തെ ഒരു മകൾ അമ്മയുടെ അടുത്ത് വന്ന് പലവിധമായ പ്രശ്നങ്ങളും പരാതികളും പറഞ്ഞു. അപ്പോൾ ആ അമ്മ അത് കേട്ടതിന് ശേഷം ആ മകളോട് പറഞ്ഞു, മകളെ, നീ പോയി ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിക്കുക. അതിൽ കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഇട്ട് നമുക്ക് കുടിച്ചിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അവളത് ചെയ്തതിന് ശേഷം വീണ്ടും അമ്മയോട് പറഞ്ഞു അവളുടെ പരാതികൾ. ആ പരാതികൾക്കൊന്നും മറുപടി പറയാതെ അമ്മയുടെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. വീണ്ടും മകൾ ചോദിച്ചു, എന്താ അമ്മ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാത്തത് എന്ന് അവൾ ചോദിച്ചു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, നീ 2 പാത്രം എടുത്ത് ഒരു പാത്രത്തിൽ 2 മുട്ടയും ഒരു പാത്രത്തിൽ ഉരുളക്കിഴങ്ങും ഇട്ട് വെള്ളമൊഴിച്ചു അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക എന്ന് പറഞ്ഞു. അത് വെന്തതിന് ശേഷം അമ്മ എടുത്ത് മുട്ട പൊളിച്ചു, ഉരുളക്കിഴങ്ങും പൊടിച്ചു. അപ്പോൾ മുട്ട കട്ടിയുള്ളതായും ഉരുളക്കിഴങ്ങ് മൃദുവായും തോന്നി. വീണ്ടും ആ മകൾ അമ്മയോട് പരാതികൾ പറയുമ്പോഴും അമ്മയുടെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. വീണ്ടും അമ്മ കുറേ നേരം ജോലി ചെയ്തതിന് ശേഷം ആ മകളോട് പറഞ്ഞു, നമ്മുടെ വസ്ത്രങ്ങൾ അഴുക്കാണല്ലോ, അത് ശുദ്ധിയാക്കുന്നതിന് വേണ്ടി, അത് വൃത്തിയാക്കുന്നതിന് വേണ്ടി നാം വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് കഴിയുന്നില്ലേ? ആ തുണികളൊക്കെയും പറക്കിയിട്ട് കുറേ വെള്ളവും ഒഴിച്ച് അതിൽ സോപ്പ് പൊടിയും ഇട്ട് പ്രവർത്തിക്കുമ്പോൾ ആ അഴുക്ക് പോകുന്നു. ആ അഴുക്ക് പോയതിന് ശേഷം അത് പിഴിഞ്ഞുണക്കി വെണ്മയുള്ളതാക്കി തരുന്നു. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഈ കഥ മനസ്സിലാക്കുന്നുണ്ട്. ആ കാപ്പി കുടിച്ചപ്പോൾ എന്ത് നല്ല മണവും രുചിയുമായിരുന്നു. അത് നമുക്ക് അനുഭവിക്കുവാൻ ഇടയാകട്ടെ. രണ്ടാമതായി ആ മുട്ടയും ഉരുളക്കിഴങ്ങും. മുട്ട കട്ടിയുള്ളതായി മാറി, പക്ഷേ ഉരുളക്കിഴങ്ങോ മൃദുവായി. ആ ഉരുളക്കിഴങ്ങിൻ്റെ പ്രവർത്തനം പോലെ നമുക്ക് ഇടയാകട്ടെ. മൂന്നാമതായി തുണി. ആ അഴുക്ക് തുണികൾ കഴിയപ്പോൾ ആ അഴുക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാതെ ആ അഴുക്കിനെ കഴുകിക്കളഞ്ഞു വെണ്മയുള്ളതാക്കി മാറ്റുവാൻ ഇടയാക്കട്ടെ എന്ന് ഈ അമ്മ അപ്പോഴാണ് ഈ മറുപടി എല്ലാം പറഞ്ഞപ്പോൾ മകൾ കേട്ടുകൊണ്ടിരുന്നു തല ഉരിച്ചു പോയി. ഇനി എന്താണ് അമ്മയോട് പറയേണ്ടത് എന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ. അവൾക്ക് ഇതിനെല്ലാം മറുപടി കിട്ടിക്കൊണ്ട് അവൾ പോയി.